ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 1.5-2 മാസത്തിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ലോകം അവസാനിക്കുമോ എന്ന ക്യാപ്ഷനോട് കൂടിയിട്ട്. അതിൻ്റെ എൻഡിലായിട്ട് ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി വരാനിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന എൻഡോട് കൂടിയിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. നാം എന്നുദ്ദേശിച്ചത് ഞാൻ സാധാരണക്കാരായ ആളുകളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, ബിലോ ആവറേജ് മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതിൻ്റെ എൻഡ് പോയിന്റിലായിട്ടാണ് ഞാൻ നിർത്തിയത്. അതിൻ്റെ സെക്കൻഡ് വീഡിയോ ഞാൻ ചെയ്യാൻ ഡിലേ ആയത്, ഞാനടക്കമുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയിക്കോട്ടെ, മോടി പിടിപ്പിക്കൽ വർക്കുകൾ എടുക്കുന്നവർക്ക് അത് തീർച്ചയായും നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും വർക്കിലേക്ക് അത് നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ രണ്ടാം ഭാഗം, എൻ്റെ കയ്യിൽ കണ്ടൻറ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചെയ്യാൻ ഡിലേ ആയത്. ഈ സിറ്റുവേഷനിൽ ഇനിയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് തീർച്ചയായും വലിയൊരു ഉൾക്കുത്തായിരിക്കും. അപ്പോൾ എൻ്റെ ഒബ്സർവേഷനിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തട്ടിക്കളയാം. അതായത് ഇനി വരാനിരിക്കുന്ന സിറ്റുവേഷൻ, എവിടെയോ ഒരു ഭാഗത്ത് ഒരു യുദ്ധം നടന്നതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഈ ഇത്രയും ലോങ്ങിൽ കിടക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ഈ ഞെരുക്കം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഓരോ ദിവസവും ഓരോ മാസവും മുന്നോട്ട് പോകുന്തോറും ആ ഞെരുക്കത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ അന്നന്ന് ജീവിക്കുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ സമ്പാദിക്കുന്ന പണങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് പണം സേവ് ചെയ്ത് വെക്കുക എന്ന ഒരു വലിയൊരു മുന്നറിയിപ്പാണ് ഞാൻ എൻ്റെ കണ്ടൻറ്റിൽ കരുതി വെച്ചത്. പക്ഷെ ഞാൻ അത് അന്ന് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ ശരിക്കും അത് വലിയ രീതിയിൽ ഒരു ഉൾക്കുത്തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ പറയുന്നത്. എത്ര പേരിലേക്ക് ഈ വീഡിയോ എത്തുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കാണുന്നവരെല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് ആരും കൊണ്ടുതരാനോ അല്ലെങ്കിൽ നമ്മളെ താങ്ങിയെടുക്കാനോ ഒരാളുകളും ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ എന്തായാലും എത്തും. ആ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോഴുള്ള ഇന്ധന വില ആയിക്കോട്ടെ, നമുക്ക് കിട്ടാതിരിക്കുന്ന മറ്റേ ഗ്യാസിൻ്റെ ഞെരുക്കമായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് വലിയ രീതിയിൽ തന്നെ ഇത് ബാധിക്കാൻ വലിയൊരു ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മുതലേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വരാനിരിക്കുന്ന സിറ്റുവേഷൻ നമുക്കൊരു വലിയ രീതിയിൽ തന്നെ നമുക്കൊന്ന് ആ ഒരു വലിയ ഞെരുക്കം ഒരു സപ്പോർട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളത് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, ആ വരാനിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വീഡിയോ ലോങ് ആകും. അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ നിങ്ങളിലേക്ക് വീണ്ടും വരാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു.